ബോംബ് നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കുടിപ്പഴക എന്ന വാദം പൊളിയുന്നു. കേസിലെ 6-7 പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് CPM DYFI വാദം പൊളിക്കുന്നത്. 12 പ്രതികളും CPM പ്രവർത്തകരാണ്. NIA കേസ് ഏറ്റെടുക്കണമെന്ന് BJP അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടു. ത്രിപുരയിൽ ഒരു നിലപാട്, കേരളത്തിൽ നേർവിപരീത നിലപാട്. മാണിക് സർക്കാർ കോൺഗ്രസിന് വോട്ട് ചോദിക്കുന്നു. പിണറായി കോൺഗ്രസിനെയും രാഹുലിനെയും ആഞ്ഞടിക്കുന്നു. ഈ രണ്ട് നിലപാടും ഇന്ത്യയിൽ തന്നെയാണ് നടക്കുന്നത്. ത്രിപുരയിൽ നതുൻ നഗറിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ മാണിക് സർക്കാർ പ്രസംഗിക്കുകയായിരുന്നു. CPMന്റെ തലമുതിർന്ന നേതാവാണ്, മുൻ മുഖ്യമന്ത്രി കൂടിയാണ് മാണിക് സർക്കാർ. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആശിഷ് കുമാർ സാഹയെ ചേർത്ത് നിർത്തിയാണ് സംസാരിച്ചത്. ജനാധിപത്യം നിലനിൽക്കാൻ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യൂ, മറ്റ് വേറെ മാർഗമില്ല. BJPക്കെതിരെ ആരൊക്കെ നിൽക്കുന്നുവോ അവരെയൊക്കെ കൂട്ടുപിടിക്കുക എന്നല്ലാതെ ഇപ്പോൾ നിലനിൽപ്പില്ല എന്നാണ് അദ്ദേഹം ത്രിപുരയിൽ പറഞ്ഞത്. കേരളത്തിൽ കോൺഗ്രസിനെതിരെ 1-100 എന്ന കണക്കിൽ CPM കോൺഗ്രസിനെ അധിക്ഷേപിക്കുകയും ആക്ഷേപങ്ങൾ തൊടുക്കുകയും ചെയ്യുന്നു. ഇടതുപക്ഷത്തിന് വാളയാറിന് അപ്പുറം കോൺഗ്രസ് കൊടി പിടിച്ചും CPM കൊടി ചേർത്ത് പിടിച്ചും പരസ്പരം ഒരുമിച്ച് വോട്ട് ചെയ്യിക്കുന്നു എന്ന വിരോധാഭാസമാണ് കേരളത്തിലേതെന്ന് CPM ആലോചിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും അധിക്ഷേപിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അമേഠിയിൽ തന്നെ മത്സരിക്കുമെന്ന് വാദ്ര, പാർട്ടി തീരുമാനവും വൈകുന്നു. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായിരുന്ന അമേഠിയിൽ റായ്ബറേലിയിലും ആര് മത്സരിക്കുമെന്ന ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. രാഹുൽ അമേഠിയിലേക്ക് ഇല്ല എന്ന തീരുമാനത്തിൽ ഉറച്ചാണെന്നാണ് അറിയുന്നത്. സോണിയയ്ക്ക് മത്സരിക്കാൻ ആരോഗ്യം അനുവദിക്കാത്തതിനാൽ രാജസ്ഥാനിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് എത്തിയത്. റായ്ബറേലിയിൽ ആര് മത്സരിക്കുമെന്ന ഇനിയും തീരുമാനമായിട്ടില്ല. അമേഠിക്കാർ രാഹുലിനെ തള്ളി പറഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ടില്ല എന്ന തീരുമാനത്തിലായിരിക്കും രാഹുൽ ഗാന്ധി എന്നാണ് നേതാക്കൾ പറയുന്നത്. പകരം റോബർട്ട് വധേരയായിരിക്കും സ്മൃതി ഇറാനിയെ നേരിടുക. വധേര ബിസിനസ്സുമായി ബന്ധപ്പെട്ട് BJPക്ക് കോടികൾ നൽകിയിട്ടുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നു. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വേണം. ചേതാരം 2 വിഭാഗത്തിനും ഉണ്ടാവും. സജി മഞ്ഞക്കടമ്പൻ ജോസഫ് ഗ്രൂപ്പിന് എതിരായപ്പോൾ PM മാത്യു ഫ്രാൻസിസ് ജോർജിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നു. അധികാരമോഹത്തിൽ ഇരിക്കുന്നത് വിട്ട് പറക്കുന്നത് തേടിപ്പോയ പോലെയെന്ന് മഞ്ഞക്കടമ്പനെ ചൂണ്ടി ചിലർ പറയുന്നു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനെ തോൽപ്പിക്കാൻ സജി മഞ്ഞക്കടമ്പിന് കഴിയില്ല എന്ന തിരിച്ചറിവിലാണ് ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് മോണ്ട് ജോസഫ് സജി മഞ്ഞക്കടമ്പിന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചതാണ് തിരിച്ചടിയായത്. മാത്രമല്ല, സജി മഞ്ഞക്കടമ്പൻ നേരത്തെ തന്നെ ജോസ് കെ മാണിയുമായി രഹസ്യധാരണയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. അത് മനസ്സിലാക്കിയ തിരുവഞ്ചൂർ അനുനയ ശ്രമം അവസാനിപ്പിച്ചു പോവുകയായിരുന്നു. ജോസ് കെ മാണിയുടെ മനസ്സ് പറയുന്നതും ചാഴിക്കാടൻ മഞ്ഞക്കടമ്പിന് ഒരു എതിരേ അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. വിനാശകാലെ വിപരീത ബുദ്ധി. സജി മഞ്ഞക്കടമ്പനുമായി ജോസ് കെ മാണി ധാരണ ഉണ്ടാക്കിയതും സജിയെ ഇങ്ങോട്ട് വലിക്കുന്നതിനും PM മാത്യു മുൻ MLA അതൃപ്തനാണ്. LDF പോയത് തന്നെ PM മാത്യുവിന് ഇഷ്ടമല്ല. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് വോട്ടഭ്യർത്ഥിച്ച് മാണി ഗ്രൂപ്പ് നേതാവായ PM മാത്യു, മുൻ കടുത്തുരുത്തി MLAയും ഉന്നതാധികാര സമിതി അംഗവുമായ PM മാത്യു ആണ് ഫ്രാൻസിസ് ജോസിന് വേണ്ടി വോട്ട് ചോദിച്ചത്. എതിർസ്ഥാനത്ത് വോട്ട് അഭ്യർത്ഥിച്ചത് ജോസ് കെ മാണി ഗ്രൂപ്പിലെ ഒരു വിഭാഗം പ്രവർത്തകർക്കും ഫ്രാൻസിസ് ജോർജിനോട് ഇഷ്ടക്കാരനാണ്. മരങ്ങാട്ട് പള്ളിയിൽ വെച്ച് UDF കുടുംബയോഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് PM മാത്യുവും മോൻസ് ജോസഫും പങ്കെടുത്ത് പരസ്പര കാര്യങ്ങൾ സംസാരിച്ചുവെന്നാണ് അറിയുന്നത്. ഫ്രാൻസിസ് ജോർജിന് വേണ്ടി വോട്ട് ചോദിച്ചത് തികച്ചും വ്യക്തിപരമാണെന്ന് മാതൃഭൂമി ന്യൂസിൽ PM മാത്യു പറഞ്ഞു. നഷ്ടം 2 ഭാഗത്തിനും ഒരുപോലെയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജീവ് ചന്ദ്രശേഖരന് എതിരായ പരാതി പരിശോധിക്കാൻ നിർദ്ദേശം. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചുവെന്നും തെറ്റായ വിവരങ്ങൾ നൽകിയെന്നും
പരാതി ലഭിച്ചതിനെ തുടർന്നാണ് CBDT കമ്മീഷൻ നടപടി. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി കള്ളപ്പണം ഒഴുകുന്നു. 2019 ഇന്ത്യയിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ 3456 കോടി 22 ലക്ഷം രൂപയാണ് പിടിപെട്ടത്. പണം, മദ്യം, ലഹരി, സ്വർണം തുടങ്ങിയവയുടെ മൂല്യമാണിത്, കേന്ദ്രമന്ത്രി പറയുന്നത്. അതിനാലാണ് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ആലോചിക്കുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് സർക്കാർ ചിലവാക്കുന്ന മൊത്തം ചെലവിൻ്റെ 90% ഈ പിടികൂടിയ തുകയെന്നും അവർ ചൂണ്ടിക്കാട്ടി. AK ആന്റണിയും മകനും തമ്മിൽ രാഷ്ട്രീയ വാക്പോര്. പത്തനംതിട്ട തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി തോൽക്കും, ആന്റണി ജയിക്കുമെന്ന് AK ആന്റണി. ഞാൻ ജയിക്കുമെന്ന് മകൻ തിരിച്ചടിച്ചു. തന്ത്രിനെ നോക്കി കുഴയ്ക്കുന്ന പട്ടികളെ പോലെയെന്ന് അനിലും തിരിച്ചടിച്ചു. കുടുംബം വേറെയും രാഷ്ട്രീയം വേറെയെന്ന് AK ആന്റണി. BJPയുടെ സുവർണകാലം കഴിഞ്ഞുവെന്നും AK ആന്റണി പറഞ്ഞു. മദ്യനയ കേസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ കെജ്രിവാൾ സുപ്രീം കോടതിയിലേക്ക്. EDയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. ഇതിനു ശേഷമാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ കെജ്രിവാൾ തീരുമാനിച്ചിരിക്കുന്നത്.